സംസ്ഥാനത്തെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവ് ഉറപ്പായി. ഘടകകക്ഷി എതിരഭിപ്രായം വകവയ്ക്കാതെ LDF നേതൃത്വം. കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് LDF ആവശ്യപ്പെട്ടു. ഇടതുമുന്നണി സർക്കുലറിന്റെ പകർപ്പ് ജനം TVക്ക് ലഭിച്ചു. സർക്കാർ കൈക്കൊള്ളുന്ന തീരുമാനങ്ങൾ ജനദ്രോഹപരവും ഇടത് നയങ്ങൾക്കെതിരാണെന്നുമുള്ള വിമർശനങ്ങൾക്കിടയിലാണ് മദ്യപ്ലാന്റിന് പിന്നാലെ കിഫ്ബി ടോളിനുകൂടി ഇടതുമുന്നണി പച്ചക്കൊടി കാട്ടുന്നത്. കിഫ്ബിയെ സംരക്ഷിക്കാൻ നടപടി വേണമെന്നും ജനങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത രീതിയിൽ പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കണമെന്നും LDF പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു. ഇതോടെ കിഫ്ബി റോഡുകളിൽ ടോൾ പിരിവുണ്ടാകുമെന്നുറപ്പായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ടോളിൽ ജനവികാരം എതിരാകുമെന്നാണ് CP നിലപാട്. ഘടകകക്ഷികളുടെ എതിർപ്പ് വകവയ്ക്കാതെയാണ് ഇടതുമുന്നണി സർക്കുലർ പുറത്തിറക്കിയത്. ദേശീയപാതയിലെ ടോൾ പിരിവിലടക്കം ശക്തമായ പ്രതിഷേധം അറിയിച്ച് രംഗത്തുവന്ന ഇടതുമുന്നണി തന്നെയാണ് കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. മാത്രമല്ല, കിഫ്ബി ജനങ്ങൾക്ക് മേൽ ഭാരം അടിച്ചേൽപ്പിക്കില്ല എന്നത് മുൻ ധനമന്ത്രി തോമസ് ഐസക് അടക്കം വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ ഈ നയമാറ്റം തന്നെയാണ് ഏറെ വിമർശിക്കപ്പെടുന്നത്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോകുമ്പോൾ ജനങ്ങളെ പിഴിഞ്ഞ് പണമുണ്ടാക്കുക എന്ന രീതിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ടോൾ പിരിവ് വരുമ്പോൾ 50ഓളം റോഡുകൾക്ക് ഇത് ബാധകമാകും. യാത്രാ ചിലവ് ഉൾപ്പെടെ വൻതോതിൽ വർദ്ധിക്കും. ജനം, തിരുവനന്തപുരം.